മലപ്പുറത്തിനെതിരെ വീണ്ടും പ്രതികരണവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ജില്ലയിൽ സ്ഥലമുണ്ടായിട്ടും സ്കൂളുകൾ തുടങ്ങാൻ അനുമതി കിട്ടുന്നില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. എന്നാൽ അനുമതി നൽകേണ്ടത് പിണറായി സർക്കാരല്ലേ എന്ന ചോദ്യത്തിന് റിപ്പോർട്ടിനോട് വെള്ളാപ്പള്ളി ക്ഷുഭിതനാവുകയായിരുന്നു. അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ട് നിങ്ങൾ 9 വർഷത്തിനിടെ നോക്കിയില്ലേ? അതേസമയം CPM-നെ പുകഴ്ത്തിയും CPI വിമർശിച്ചും വെള്ളാപ്പള്ളി രംഗത്തെത്തുകയും ചെയ്തു. ചതിയൻ ചന്തുമാരെന്നാണ് വെള്ളാപ്പള്ളി CPI വിശേഷിപ്പിച്ചത്. പ്രയോഗം 1000 തവണ ചേരുക വെള്ളാപ്പള്ളിക്കാണെന്ന് ബിനോയ് വിശ്വം മറുപടിയും നൽകി. എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കൂടെ നിന്നിട്ട് കൂടെ നിന്ന് ചവിട്ടാൻ അവൻ ചതിയൻ ചന്തുമാരാണ്. ബ്രൂട്ടോസ് നീയുമോ എന്ന് ചോദിക്കേണ്ടി വരുന്നു. പറയേണ്ടതെല്ലാം അകത്ത് പറയണം, പുറത്തല്ല പറയേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഈ മുഹൂർത്തത്തിൽ ഇതുപോലുള്ള സംവാദങ്ങളാണോ ഒരു ഐക്യത്തിന് നല്ലത്? ഒരിക്കലും നല്ലതല്ല. ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയാം, ഈ പറഞ്ഞ ആളെയും അറിയാം. ഈ പറഞ്ഞ ആളുടെ നാട്ടിൽ നിന്ന് ആ പേര് വീണെങ്കിൽ, ചതിയൻ ചന്തു എന്ന പേര് വീണെങ്കിൽ, ആ തൊപ്പി 1000 വട്ടം വിളങ്ങും ആ തലയ്ക്ക്. ഈ തലയ്ക്ക് തീരെ ചേരില്ല. CPI തലയ്ക്ക് ആ തൊപ്പി ചേരില്ല. ആ തൊപ്പി ആ തലയ്ക്കേ ചേരൂ. ആരായാലും. റഹീസ് ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ മറുപടി ശക്തമായ മറുപടിയാണ്. ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം. റഹീസിന്റെ കയ്യിലിരിക്കുന്ന മൈക്കും റഹീസിന്റെ കൈയും പലതവണ തട്ടിമാറ്റുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം CPM-ന്റെ നാവായി സ്വയം തീരുമാനിച്ച് പ്രതികരിക്കുന്ന വെള്ളാപ്പള്ളിയാണല്ലോ കണ്ടത്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് റഹീസ്? സ്മൃതി, CPIM-ന്റെ നാവാകുകയും ആ മുന്നണിയിലെ തന്നെ രണ്ടാമത്തെ കക്ഷിയായ CPI-യെ ചതിയൻ ചന്തു എന്ന് വിശേഷിപ്പിച്ച് ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് ചെയ്തത്. മുന്നണിക്കൊപ്പം നിന്ന് ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റിയതിനു ശേഷം CPIM-നെ വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി CPI മാറി എന്നതായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട്. ഒപ്പം മൂന്നാമതും പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരും എന്ന നിലപാടും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കൈ ചുരുട്ടി മുട്ടി ചുരുട്ടി വിളിച്ചാണ്, മുട്ടി ചുരുട്ടിക്കൊണ്ടാണ് പിണറായി തന്നെ എന്ന നിലപാട് വെള്ളാപ്പള്ളി നടേശൻ പറയുകയും ചെയ്തത്. അതിനിടെയാണ്, ആ ചോദ്യങ്ങൾക്ക് ശേഷമാണ് വീണ്ടും മലപ്പുറത്തിനെതിരായ വിദ്വേഷകരമായ ഒരു പ്രസ്താവന വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മലബാറിലെ 3 ജില്ലകളിൽ SNDPക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ കഴിയുന്നില്ല എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് എന്തുകൊണ്ടാണ് കഴിയാത്തത്, സ്ഥലമില്ലാത്തതാണോ എന്ന മറുപടി ചോദ്യം നമ്മൾ ചോദിച്ചപ്പോൾ സ്ഥലമുണ്ട്, അനുമതി കിട്ടാത്തതാണ് പ്രശ്നമെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ മറുപടി. അങ്ങനെയെങ്കിൽ അനുമതി നൽകേണ്ടത് കഴിഞ്ഞ 9 വർഷമായി പിണറായി വിജയൻ സർക്കാർ അല്ലേ എന്ന ചോദ്യത്തിനാണ് റിപ്പോർട്ടറിന്റെയും ആ ചോദ്യം ചോദിച്ച റിപ്പോർട്ടറായ എന്റെയും കൈ തട്ടിമാറ്റി, പലതവണ തട്ടിമാറ്റി റിപ്പോർട്ടർ കുറെ നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് അവിടെ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ പോകുകയുണ്ടായത്.